നിങ്ങൾ ഉയർച്ച പ്രാപിക്കില്ല. നിങ്ങൾക്കിനി ഒരു ഗതി ഉണ്ടാകത്തില്ല. ഇവിടം കൊണ്ട് തീരത്തേ ഉള്ളൂ. ഇനിയും ഈ പറയുന്ന കണക്കുള്ള വഴികളും വാതിലുകളും ഒന്നും തുറക്കത്തില്ല. തുറക്കാനും ഉയർച്ച പ്രാപിക്കാനും ആണെങ്കിൽ എപ്പോഴേ നടന്നാനേമായിരുന്നു. ഇനി ഇങ്ങനെയൊക്കെയായി എന്ന് നമ്മളെ നോക്കി പറയുന്ന ആളുകളുണ്ട്. മറുവശത്ത് നമ്മളെ തന്നെ നോക്കി പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ ഇനി നന്നാകത്തില്ല, എനിക്കിനി ഒന്നും പറ്റത്തില്ല, എനിക്ക് പ്രായം ഇത്രയുമായി, എൻ്റെ സാഹചര്യം ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ഇനി ഉയർച്ച പ്രാപിക്കത്തില്ല. ഇത്യാദി കാര്യങ്ങൾ പറഞ്ഞ് വ്യാകുലപ്പെടുന്ന, കേട്ട് വ്യാകുലപ്പെടുന്ന, സ്വയം പറഞ്ഞ് വ്യാകുലപ്പെടുന്ന, നിരാശപ്പെടുന്ന വ്യക്തികളോട് നിങ്ങൾക്കൊരു വിടുതൽ ഉണ്ട് എന്നാണ് ഈ സന്ദേശത്തിൽ കൂടെ പറയുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ ഫുള്ളായി നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ചില ഉയർച്ചകൾ ഉണ്ടാകും. ആധാരമായി ഒരു വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കട്ടെ. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ സമൂഹം നമ്മളെ നോക്കി പറയുന്നതും രക്തബന്ധങ്ങൾ നമ്മെ നോക്കി പറയുന്നതും നമ്മൾ നമ്മളെ തന്നെ നോക്കി പറയുന്നതുമായ ഒരു വാക്കാണ് ഇനിയും ഉയരുകയില്ല, ഇനിയും ഒരു നന്മ ഉണ്ടാകുകയില്ല, ഇവിടം വരെ എങ്ങനെയൊക്കെയോ വന്നു, സാഹചര്യങ്ങളൊക്കെ മോശമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് ഞാൻ പറയട്ടെ, മനുഷ്യരുടെ വാക്കുകളും മനുഷ്യരുടെ ബുദ്ധിയും മനുഷ്യരുടെ ചിന്തയുമല്ല നമ്മുടെ വളർച്ചയും നമ്മുടെ ഉയർച്ചയും അളക്കുന്നത്. പലപ്പോഴും മാനുഷിക വാക്കിന്റെ മുമ്പിലാണ് നമ്മൾ ക്ഷീണിച്ചു പോകുന്നത്. നമ്മൾ പലപ്പോഴും രക്തബന്ധങ്ങളുടെയും കൂട്ടുകാരുടെയും കൂടെ പ്രാർത്ഥിക്കുന്നവരുടെയും കൂടെ ജോലി ചെയ്യുന്നവരുടെയും വാക്കുകൾ കേട്ടിട്ട് നിരാശ അനുഭവിച്ച് ആഹാരം കഴിക്കാൻ കഴിയാതെ, വെള്ളം കുടിക്കാൻ കഴിയാതെ, സമയത്ത് ജോലിക്ക് പോകാൻ കഴിയാതെ, ഒരു മുറിക്കകത്ത് ഇരിക്കണം, പുറം ലോകം കാണാൻ ആഗ്രഹമില്ലാതെ, എവിടെയൊക്കെയോ ഉൾഭയം തട്ടിയിട്ട് ജീവിതത്തിൽ എവിടെയൊക്കെയോ പരാജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കയറിയിരിക്കുകയാണ്. എന്നാൽ അതിനകത്തു നിന്നും നിങ്ങൾക്കൊരു റിസൾട്ട് തരാൻ, നിങ്ങൾക്കൊരു വിടുതൽ തരാൻ, നിങ്ങൾ ഉയരുകയില്ല, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞ അതേ മേഖലയിൽ തന്നെ, അതേ പട്ടണത്തിൽ തന്നെ, അതേ ജോലിയിൽ തന്നെ, അതേ വീട്ടിൽ തന്നെ, അതേ സാഹചര്യത്തിൽ, വേറൊരു സ്ഥലത്തോ വേറൊരു സാഹചര്യത്തിലോ വേറൊരു കമ്പനിയിലോ വേറൊരു രാജ്യത്തോ അല്ല, ഇന്ന് നിങ്ങൾ എവിടെയാണോ ആയിരിക്കുന്നത് അവിടെ നിങ്ങൾ ഇനി ഗതി പിടിക്കില്ലെന്ന് നിങ്ങളെ നോക്കി പറഞ്ഞില്ലേ? ഒരു പക്ഷെ നിങ്ങളുടെ ഭാര്യ തന്നെ പറഞ്ഞു കാണും, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? മാതാപിതാക്കൾ ചോദിച്ചു കാണും, എന്തിനാ ഇങ്ങനെ ഭൂമിക്ക് ഭാരമായിട്ട് ജീവിക്കുന്നേ എന്ന് ചോദിച്ചു കാണും. പണ്ടൊരിക്കൽ ഒരു സഹോദരൻ പ്രാർത്ഥിക്കാനായിട്ട് 2 കണ്ണ് നിറഞ്ഞ് എൻ്റെ അടുക്ക് കൂടി വന്നു. ഇദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, പാസ്റ്റർ എനിക്ക് മരിക്കണം. ഞാൻ ചോദിച്ചു, ഇപ്പൊ എന്താ അത്ര നിർബന്ധം നിനക്ക് മരിക്കണമെന്ന്? അത് എൻ്റെ അമ്മ ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞു, എന്തിനാടാ നീ ജീവിക്കുന്നേ, പോയി ചത്തുകൂടെ? ഞാനിത് കേട്ടു മടുത്തു പാസ്റ്ററെ. ഇന്ന് രാവിലെ കൂടെ എൻ്റെ അമ്മ നിസാരം ഒരു വിഷയത്തിൽ എന്നോട് പറയുകയാണ്, നീ എന്തിനാ ഭൂമിക്ക് ഭാരമായിട്ടിരിക്കുന്നേ? എടാ, നിന്നെ പോലെയുള്ള പലരും അവിടെ ഇവിടെയൊക്കെ പോയി രക്ഷപ്പെട്ടു, ജോലിയൊക്കെ കിട്ടി, കല്യാണമൊക്കെ കഴിഞ്ഞു, അവർക്ക് പിള്ളേരൊക്കെ ആയി, കുടുംബമായി, സ്വന്തമായി വീടായി. ഇതെല്ലാം ആയിട്ട് നീ എന്താടാ ഇങ്ങനെ ആയേ? എന്തിനാടാ നീ ഇങ്ങനെ ജീവിക്കുന്നേ എന്ന് ചോദിച്ച് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ തലയിൽ കൈവച്ചു പ്രാഗി പറഞ്ഞെന്ന്, നീ ഒരു കാലത്തും ഗതി പിടിക്കത്തില്ലടാ, നീ പോയി മരിക്കടാ എന്ന് പറഞ്ഞ ആ വാക്കിന്റെ മുമ്പിൽ ഓടി വന്ന് എന്നോട് പറയുകയാ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഞാൻ ചാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം, സ്വയം മരിക്കാൻ എനിക്ക് പേടിയാ, ഞാൻ ചാകാൻ വേണ്ടി മരിക്കണം. ആ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ കണ്ണും കൂടെ നിറഞ്ഞു. ഞാൻ ആ സഹോദരന്റെ കൈക്ക് കയറി പിടിച്ചു, അവനെ എൻ്റെ ചങ്കിനോട് ചേർത്ത് വെച്ചു. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, നീ മരിക്കാനുള്ളവനല്ലടാ, നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ, പരിഹസിച്ചവരുടെ മുമ്പിൽ നീ മാന്യമായി ജീവിച്ച് കാണിക്കേണ്ടവനാ. അതിന് നിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിനോ ഇപ്പോഴത്തെ നിന്റെ സാമ്പത്തിക കാര്യങ്ങൾക്കോ പദ്ധതിക്കോ ഒന്നും സാധിച്ചില്ലെന്ന് വരാം. പക്ഷേ ഈ പറഞ്ഞ നിന്റെ അമ്മയുടെ നാക്കുകൊണ്ട് തന്നെ നിന്നെ നോക്കി ഒരു ദിവസം തിരുത്തി പറയുന്ന ഒരു കാലം നിന്റെ മുമ്പിലുണ്ട്. അത് ഞാൻ പറഞ്ഞത് ആ മനുഷ്യന്റെ, ആ മകന്റെ മനസ്സിനകത്ത് കയറി വല്ലാതെ ഉടക്കി.
ഞാൻ നോക്കുമ്പോൾ അവൻ വല്ലാതെ തകർന്നു നിൽക്കുകയാണ്. അവന്റെ കണ്ണിൽ നിന്ന് ഒഴുകിയ കണ്ണുനീർ എൻ്റെ കയ്യിലാ വന്ന് വീണേ. ആ ചൂട് കണ്ണുനീർ എൻ്റെ കയ്യിൽ വന്ന് വീണു. ഞാൻ അവനെ ചേർത്ത് പിടിച്ചിട്ട് അവനോട് പ്രാർത്ഥിച്ചു. ഞാൻ അവനോട് ഇങ്ങനെ പറഞ്ഞു, ഒരിക്കലും ജീവിതം മതി എന്ന് വെക്കരുത്. പണ്ട് ഏലിയാവ് മതി എന്ന് പറഞ്ഞതാ. ചൂരച്ചയുടെ ചുവട്ടി കിടന്നു, മതി എന്നെ അങ്ങ് എടുത്തോണേ എന്ന് പറഞ്ഞതാ. അതുപോലെയുള്ള വാക്കുകൾ അവന് ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരു സന്തോഷവും ആ മുഖത്തൊരു ചിരിയും വീണു. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് പറയട്ടെ, ഒരു പക്ഷേ മറ്റാരുമല്ലായിരിക്കും നിന്നെ നോക്കി ഈ വാക്ക് പറഞ്ഞത്, നീ ഇനി ഗതി പിടിക്കത്തില്ലടാ എന്ന്. നീ ഇനി ഗതി പിടിക്കത്തില്ല എന്ന് പറഞ്ഞത് ചിലപ്പോ നിനക്ക് ജന്മം തന്ന അപ്പനായിരിക്കും, നിനക്ക് ജന്മം തന്ന അമ്മയായിരിക്കും. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ, നീ ഇവിടെ നിന്നെയും കണ്ടേക്കരുത്, നിന്നെ ഇവിടെ കണ്ടേക്കരുത് എന്ന് പറഞ്ഞത് രക്തബന്ധങ്ങളായിരിക്കും. ഒരുപക്ഷെ കൂടെ ജനിച്ച സഹോദരങ്ങൾ, നിന്റെ വേദനയിൽ കൂടെ നിൽക്കേണ്ടവർ, കണ്ണുനീര് വരുമ്പോ കണ്ണുനീർ ഒപ്പേണ്ട നിന്റെ കൂടപ്പിറപ്പായിരിക്കും പറഞ്ഞത്, എടാ പോയി ചാകട എന്ന് പറഞ്ഞത്. കാര്യം എന്താണെന്നറിയാമോ? ഒരു ജോലിയില്ല, പണമില്ല, ആരോഗ്യമില്ല, നന്മയില്ല, സ്വസ്ഥതയില്ല, എവിടെയോ മൂടപ്പെട്ട് കിടക്കുന്ന കാർമേഘം മൂടിയ ഒരവസ്ഥയാണ് നിങ്ങളുടേത്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം പറയുകയാണ്, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും. പത്രോസ് അപ്പോസ്തലനിൽ കൂടെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പരിശുദ്ധ ആത്മാവ് പറയുന്ന വചനമാണ്, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും. ഇന്ന് രാവിലെ നിങ്ങളെ ഉയർത്തുവാൻ നിങ്ങളുടെ കൂടപ്പിറപ്പിന് പറ്റത്തില്ലെങ്കിൽ, നിങ്ങളെ ഉയർത്തുവാൻ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ, നിങ്ങളെ ഉയർത്തുവാൻ നിങ്ങളുടെ ഓഫീസില് നിങ്ങളുടെ മാനേജ്മെന്റിന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങളുടെ ഭരണാധികാരികൾക്ക് പറ്റുന്നില്ലെങ്കിൽ, നിങ്ങളെ ഉയർത്തുവാൻ അവന് കഴിയുമെന്ന് പത്രോസ് പറയുന്നു. ആരാണ് അവനെന്ന് നമ്മൾ തിരിച്ചറിയണം. ആരാണ് അവൻ? 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ അവൻ നിങ്ങളെ ഉയർത്തും, അതും തക്ക സമയത്ത് ഉയർത്തും എന്ന് പത്രോസ് പറഞ്ഞെങ്കിൽ ആരാണവൻ? അത് ഒന്ന് സെർച്ച് ചെയ്യേണ്ട ആവശ്യമാണ്. ആരാണവൻ? മറ്റാരുമല്ല, അപ്പനല്ല, അമ്മയല്ല, സഹോദരനല്ല, അളിയനല്ല, ചേട്ടനല്ല, കൂട്ടുകാരനല്ല. അവൻ എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എൻ്റെ വീണ്ടെടുപ്പുകാരനായ യേശുവാണ്. എൻ്റെ വീണ്ടെടുപ്പുകാരനായ യേശു നിന്നെ ഉയർത്തുമെന്ന് പത്രോസ് പറയുകയാ. ആ ഉയർച്ച എപ്പോഴാണെന്നറിയാമോ? ആ വാക്യത്തിൽ എഴുതിയിരിക്കുക, തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. അതേ പ്രിയരെ, തക്ക സമയത്ത് നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കും. തക്ക സമയത്ത് നിന്റെ വിവാഹം നടക്കും. തക്ക സമയത്ത് നിനക്ക് ജോലി കിട്ടും. തക്ക സമയത്ത് നിന്റെ കടഭാരം മാറും. എന്നും ആ വീടിനകത്ത് ചുരുണ്ടുകൂടി കിടക്കാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. നിന്റെ സമയമല്ല, ദൈവത്തിന്റെ സമയം. അവിടുന്ന് ഒരു തക്ക സമയമുണ്ട്. ആ തക്ക സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്നും എണ്ണി 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 തിട്ടപ്പെടുത്തി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിട്ട് തക്ക സമയത്ത് കാട്ടിൽ നിന്നും പൊക്കിയെടുത്ത് കൊട്ടാരത്തിൽ കൊണ്ടുപോയ ദാവീദിന്റെ ദൈവമാണ് എൻ്റെ ദൈവം, നിങ്ങളുടെ ദൈവം. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ നിരാശകൾ മാറ്റിയിട്ട് ദൈവത്തിന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുക. അവിടുന്ന് ദൈവം നിങ്ങളെ സഹായിക്കും. അവിടുന്ന് നിങ്ങളുടെ കുറവുകൾ അറിയുന്നുണ്ട്. അവിടുന്ന് നിങ്ങളുടെ ഭാരങ്ങൾ അറിയുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മനിയോഗത്തോടെ പരിശുദ്ധ ആത്മാവിൽ ഞാൻ പറയുകയാണ്, യേശു നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും. ഉയർത്തേണ്ട പലരും നിങ്ങളുടെ വീട്ടിലും നാട്ടിലും കാണും. വിദേശ രാജ്യങ്ങളും ഗൾഫിലും അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ നിങ്ങളെ ഉയർത്തേണ്ട പലരും നിങ്ങളുടെ കുടുംബത്തിൽ കാണും. അവരൊക്കെ ഉയർത്തും തക്ക സമയമാകുമ്പോൾ കൂടെ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ സഹായിക്കും. നിന്റെ പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടി അവർ സഹായിക്കും. നിങ്ങൾക്ക് നിന്റെ കൊച്ചിന് ജോലി കിട്ടാൻ അവർ സഹായിക്കും. ഇന്നയാള് ഇന്നടത്തുണ്ടല്ലോ, കുവൈറ്റിലുണ്ടല്ലോ, സൗദിയിലുണ്ടല്ലോ, UK-യിലുണ്ടല്ലോ, അമേരിക്കയിലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നീ പ്രതീക്ഷ വെച്ച് നടന്നത്. പക്ഷെ സമയമായപ്പോൾ അവരെല്ലാം നിന്നെ വിട്ടു മറഞ്ഞു. ഒരു ഫോൺ കോള് പോലും നിനക്ക് കിട്ടുന്നില്ല. നിന്നെ വിളിക്കുന്നു പോലുമില്ല. നീ ജീവനോട് ഇരിപ്പുണ്ടോ എന്ന് പോലും അന്വേഷിക്കുന്നില്ല. അല്ലേ? അങ്ങനല്ലേ ഇന്ന് രാവിലെ നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നേ? ആ വിഷയത്തിൽ ഒരു വലിയ നിരാശയല്ലേ? ഉയരാൻ കഴിയാതെ, കുഞ്ഞുങ്ങൾക്ക് ഉയർച്ചയില്ലാതെ, കുടുംബത്തിൽ ഉയർച്ചയില്ലാതെ എവിടെയോ തകരുകയല്ലേ? എന്നാൽ ഇന്ന് രാവിലെ ഈ സന്ദേശത്തിൽ കൂടെ ഞാൻ പറയാം, നിങ്ങൾ എങ്ങനെ ഉയർച്ച പ്രാപിക്കുമെന്ന്. നിങ്ങളുടെ മക്കൾക്ക് ഉയർച്ച വേണോ? നിങ്ങളുടെ കുടുംബത്തിൽ ഉയർച്ച വേണോ? ഉയർച്ച ആഗ്രഹിക്കുന്നവരല്ലേ നിങ്ങൾ? എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജോലിയിൽ, എൻ്റെ ശുശ്രൂഷയിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ കുഞ്ഞുങ്ങളിൽ എന്തുണ്ടാകണം? ഒരു ഉയർച്ചയുണ്ടാകണം. അതുകൊണ്ട്
ഉയർച്ച ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, ഒന്നാമത് പറയാനുള്ളത് പത്രോസ് പറഞ്ഞതുപോലെ തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തും. അവന്റെ ബലമുള്ള കൈക്കീഴി നീ എന്ത് ചെയ്താൽ മതി? താണിരുന്നാ മതി. നിഗളിച്ചു പോകാതെ, മുൻകോപം കാണിക്കാതെ, ശാഠ്യം കാണിക്കാതെ, വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കാതെ, പിച്ചുംപേയും പറയാതെ, മറ്റുള്ളവരെ പ്രാകാതെ, ദൈവസന്നിധി മുട്ടുമടക്കി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ, താണിരുന്ന് നോക്കിക്കേ. തമ്പുരാന്റെ പാദപീഠത്തിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ച് ദൈവത്തോട് പറ, കർത്താവേ, എൻ്റെ കുഞ്ഞിന് ഇത്ര വയസ്സായി, ഇത്രയും നാളും ഞങ്ങൾ പലതും പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അവിടെയെല്ലാം ഒരു അടഞ്ഞ വഴിയാ കാണുന്നത്. എന്നാൽ ഇങ്ങനെ പോയാൽ പറ്റില്ല, നാളെ ഞങ്ങൾക്കൊരു വിടുതൽ വേണം. അതുകൊണ്ട് ആ വിടുതൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ അങ്ങനല്ലാതെ ഞങ്ങൾക്കൊരു വിടുതലില്ല. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ പറഞ്ഞാട്ടെ, കർത്താവേ, എനിക്കൊരു വിടുതൽ വേണം, എനിക്കൊരു ശക്തി വേണം, എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു വിടുതൽ വേണം, ഒരു ഉയർച്ച വേണം എന്ന് പറഞ്ഞാട്ടെ. അങ്ങനെയാണെങ്കിൽ തക്ക സമയത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും? അവൻ ഉയർച്ച തരും. തക്ക സമയത്ത് ഉയർത്തണമെങ്കിൽ ആരെയാണ് ദൈവം ഉയർത്തുന്നതെന്ന് ഒരു വാക്യത്തിൽ കിടപ്പുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 11-ാമത്തെ വാക്യം ബൈബിൾ എടുത്ത് വായിക്കണേ. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ആമേ, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർച്ച പ്രാപിക്കും. തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം ശപിക്കപ്പെടും. എന്നാൽ തന്നെത്താൻ താഴ്ത്തുന്നവൻ, ഒന്നുമില്ല എന്ന് ദൈവസന്നിധി പറയുന്നവൻ, ദൈവമേ, ഞാൻ ഒന്നുമില്ല, ഞാൻ നിന്നതും ഞാൻ കഴിച്ചതും കുടിച്ചതും ഒന്നും എൻ്റെ ഇഷ്ടമല്ല, അങ്ങ് തന്നതാണ്. നിന്നത് ദൈവത്തിന്റെ ദാനമാ, കഴിച്ചത് ദൈവത്തിന്റെ ദാനമാ, കുടിച്ചത് ദൈവത്തിന്റെ ദാനമാ. ഞാൻ ഓരോ ദിവസവും ആരോഗ്യത്തോടു കൂടെ ഇരിക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ ദാനമാ എന്ന് പറഞ്ഞ് ഓരോ ദിവസവും കിടക്കയിൽ എഴുന്നേൽക്കുന്ന സമയം മുതൽ ഒന്നുമില്ല കർത്താവേ, അങ്ങയുടെ കൃപ മാത്രമാണ് എന്ന് പറഞ്ഞ് താഴ്ത്തി ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് നിങ്ങളെ എന്ത് ചെയ്യുമെന്ന്? ഉയർത്തുമെന്ന്. സങ്കീർത്തനങ്ങളില് 113-ാമത്തെ സങ്കീർത്തനം 7-ാമത്തെ വാക്യത്തിൽ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, തന്നെത്താൻ താഴ്ത്തുന്നവനെ എവിടെ നിന്നാണ് ഉയർത്തുന്നത്? എവിടെ നിന്നാണ് പൊക്കിയെടുക്കുന്നത്? ആമേൻ. വചനത്തിൽ പറയുന്നു, കുപ്പയിൽ നിന്നും, കുഴിയിൽ നിന്നും, അല്ലെങ്കിൽ കുഴഞ്ഞ ചേറ്റിൽ നിന്നും നിങ്ങളെ ഉയർത്തും. 113-ാം സങ്കീർത്തനം അതിന്റെ 7-ാം വാക്യത്തിൽ പറയുകയാണ്, കുപ്പയിൽ നിന്ന് ഉയർത്തും. ഇന്ന് രാവിലെ നിങ്ങൾ കുഴഞ്ഞ ചേറ്റിലും കുപ്പയിലും കുഴിയിലുമാണ് കിടക്കുന്നതെങ്കിൽ, നിങ്ങളുടെ കൈക്ക് പിടിച്ച് നിങ്ങളെ ഒന്ന് കരയ്ക്ക് കയറ്റുവാൻ നിങ്ങൾക്ക് ആരുമില്ലാതൊരു തോന്നൽ നിങ്ങളെ ഭരിക്കുന്നെങ്കിൽ, ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ വചനത്തിന്റെ വെളിപ്പാടിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. ബലമുള്ള കൈക്കീടി താണിരുന്നാ മതി. നിന്ദിച്ചവരുടെയും മാറ്റി നിർത്തിയവരുടെയും പരിഹസിച്ചവരുടെയും നന്നാകത്തില്ലെന്ന് പറഞ്ഞവരുടെയും തലയിൽ കൈവച്ച് നിന്നെ ശപിച്ചവരുടെയും മുമ്പിൽ ആ കുഴിയിൽ നിന്ന്, കുപ്പയിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്തും. എങ്ങനെ ഉയർത്തും? ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ആമേൻ 45-ാം അധ്യായം 14-ാം വാക്യത്തില് സഹോദരന്മാര് ജോസഫിനെ കുഴിയിലേക്ക് എടുത്തിട്ടു. നോക്കിക്കേ, അച്ചാച്ചന്മാരുടെ ക്ഷേമം അറിയാൻ വേണ്ടി അപ്പവും ഇറച്ചിയുമായി ദിവസങ്ങൾ നടന്ന് ആ അച്ചാച്ചന്മാരുടെ സഹോദരങ്ങളുടെ അടുക്കിലേക്ക് വന്ന ജോസഫിനെ ദൂരവേ കണ്ടപ്പോൾ സ്വപ്നക്കാരൻ വരുന്നു, നമുക്കവനെ കൊന്നുകളയാമെന്ന് പറഞ്ഞ് അവനെ പിടിച്ച് അവന്റെ വസ്ത്രം ഉരിഞ്ഞെടുത്തിട്ട് അവന്റെ ആഹാരങ്ങളും അവനെ കൊണ്ടുവന്ന ഇറച്ചിയും അപ്പോ എല്ലാം തിന്ന് തീർത്തിട്ട് അവനെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് എടുത്തിടുകയാണ്. ആ കുഴിയിൽ നിന്ന് ദൈവം അവനെ ഉയർത്തി. ആ പൊട്ടക്കിണറ്റിൽ നിന്ന് ദൈവം അവനെ പുറത്തു കൊണ്ടുവന്നത് ആ കച്ചവടക്കാരുടെ, മിദ്യാനിയ കച്ചവടക്കാരുടെ കൈ കൊടുക്കുക. അവിടെ നിന്ന് പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ അവനെ ജോലിക്കാരനാക്കി മാറ്റി. അവിടെ നിന്ന് കാരാഗൃഹത്തിലേക്ക് ജോസഫ് പോകേണ്ടി വന്നു. പക്ഷെ ജോസഫിനെ കാരാഗൃഹത്തിൽ നിന്നും കൊട്ടാരത്തിലേക്ക്, അവിടുത്തെ ധനകാര്യ മന്ത്രിയായി, രാജാവ് കഴിഞ്ഞാൽ ഉടനെയുള്ള സ്ഥാനമാനങ്ങൾ ജോസഫിന്റെ കയ്യിൽ കൊടുത്തു. എവിടെ നിന്നാണ് ദൈവം ജോസഫിനെ ഉയർത്തിയത്? കുപ്പയിൽ നിന്ന്, കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന്. അതല്ലേ സങ്കീർത്തനം 113-ന്റെ 7 നമ്മൾ വായിച്ചത്? കുഴിയിൽ നിന്ന് ഉയർത്തുമെന്ന്. ജോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് ഉയർത്തി കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് രാജസിംഹാസനത്തിൽ അധികാര ചെങ്കോല് കൈമാറി, പിന്നത്തേതിൽ സഹോദരന്മാരുടെ ക്ഷേമത്തിനു വേണ്ടി അവനെ അവഗണിച്ചവരുടെ മുമ്പിൽ അവരെ മാനിക്കാൻ വേണ്ടി ജോസഫിനെ ദൈവം ഉപയോഗിക്കുക. എന്ത് ചെയ്തു? ആമേ, നിങ്ങളെ എല്ലാവരും ഉപേക്ഷിക്കാം, നിങ്ങളെ കരയിപ്പിക്കാം,
നിങ്ങളെ മുമ്പോട്ട് മാറ്റി നിർത്തിയേക്കാം, നിങ്ങളെ പരിഹസിച്ചേക്കാം, പൊട്ടക്കെട്ടിലെടുത്ത് ഇട്ടേക്കാം, കച്ചവടക്കാർക്ക് നിന്നെ വിറ്റുകളഞ്ഞേക്കാം, കൊള്ളത്തില്ലെന്ന് നിന്നെ നോക്കി പറഞ്ഞേക്കാം. പക്ഷെ കുപ്പയിൽ നിന്ന് പൊക്കിയെടുത്ത ജോസഫിന്റെ ദൈവം ഇന്ന് രാവിലെ തകർന്നു നുറുങ്ങിയിരിക്കുന്ന എൻ്റെ വാത്സല്യ ബ്രദറിനോട്, സിസ്റ്ററിനോട്, എൻ്റെ വാത്സല്യ മാതാപിതാക്കളോട് ഇന്ന് രാവിലെ ഈ ചാനലിൽ കൂടെ ഞാൻ ദൂത് പറയുകയാണ്. നിങ്ങൾ എന്നും ആ കുഴി കിടക്കത്തില്ല. നിങ്ങളെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. നിന്റെ കുഞ്ഞുങ്ങൾ എന്നും നശിച്ച കുഴി കിടക്കത്തില്ല. പൊക്കിയെടുക്കുന്ന ദൈവമുണ്ട്. നിങ്ങളുടെ വീടിനകത്ത് എന്നും ദാരിദ്ര്യം തളം കെട്ടി നിൽക്കില്ല. അതിനകത്ത് വിടുതൽ തരുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ പറയട്ടെ, പരിശുദ്ധാത്മാവിൽ പറയാ, ദൈവസന്നിധി താണിരുന്നാ മതി. തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തും. വിശ്വസിക്കാമോ? എനിക്കൊരു ഉയർച്ചയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. എന്നും കുന്നേ ഞാൻ ഈ കുഴി കിടക്കുകയില്ല. ഈ കിണറ്റി കിടക്കാൻ അല്ല ദൈവം എനിക്ക് ദർശനവും വെളിപ്പാടും തന്നിരിക്കുന്നത്. എന്നും ഇങ്ങനെ നശിക്കാനല്ല ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എൻ്റെ ദൈവത്തിന് എന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ ദൈവം എന്നെ നടത്തുമെന്ന് ഉറപ്പും ധൈര്യവും പ്രാപിച്ച് ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാമോ? നിങ്ങളെ ഉയർത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഉയർത്തുന്നൊരു ദൈവം, കൈവിടാത്തൊരു ദൈവം, ചേർത്ത് പിടിക്കുന്ന ദൈവം, സ്വന്തം സഹോദരന്മാര് പൊട്ടക്കിണറ്റിലെടുത്തിട്ടവനെ രാജസിംഹാസനം കൊടുത്ത് ദൈവം ഉയർത്തിയതുപോലെ നിങ്ങളെ പൊട്ടക്കിണറ്റിലിട്ടവരുടെ മുമ്പിൽ, സഹോദരങ്ങളുടെ മുമ്പിൽ നിങ്ങളെ ഒന്നാമത് കൊണ്ടുവന്ന് നിങ്ങളെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കാലം നിങ്ങൾക്ക് തന്ന് നിങ്ങളെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. അന്ന് സഹോദരന്മാര് നിന്നെ പരിഹസിച്ചവരെല്ലാം നിന്റെ മുമ്പിൽ നിൽക്കും. ഈ യോസഫിന്റെ മുമ്പിൽ സഹോദരന്മാർ ചാക്കുമായി വന്ന് നിൽക്കുന്നത് പോലെ നിങ്ങളുടെ മുമ്പിലും ചിലർ വന്ന് നിൽക്കും. അന്ന് അവരെ സഹായിക്കേണ്ടതിനും അവർക്ക് വേണ്ടി നിൽക്കേണ്ടതിനും അവരുടെ മക്കൾക്ക് വേണ്ടി കരുതേണ്ടതിനും നിന്നെ ദൈവം ഉപയോഗിക്കും. നിരാശപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ ഉയർത്തുന്ന ദൈവത്തിനായി സ്തോത്രം. അവിടുത്തെ വലിയ ശബ്ദത്തിനായി സ്തോത്രം. ഈ സന്ദേശം ആയിരക്കണക്കിന് ജനങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കണേ. അവരുടെ വേദനകളിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരണേ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം കർത്താവ് ചെയ്യണേ. ബന്ധനങ്ങളെ ദൈവം അഴിക്കണമേ. ദൈവിക പദ്ധതി കർത്താവ് വെളിപ്പെടുത്തണമേ. ഞങ്ങളെ ഉയർത്തുവാൻ അങ്ങയ്ക്ക് പദ്ധതി ഉണ്ടല്ലോ. അങ്ങ് ഞങ്ങളെ ഉയർത്തും തോറും അങ്ങയുടെ സന്നിധി താണിരുന്ന് ദൈവമഹത്വം കാണാൻ ഞങ്ങളെ ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇതിന്റെ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങളുടെ വിഷയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ എഴുതുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യും. നാളെ ഇതേ സമയം മറ്റൊരു ദൂതുമായി നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവം നിങ്ങളെ ഉയർത്തും.